നമസ്കാരം. കേരളത്തിൽ ഭരണം പിടിക്കുക, അതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ്. വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങളാണ് ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ബി.ജെ.പി കൈക്കൊണ്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, ഒപ്പം തന്നെ സഹപ്രഭാരി അപരാജിത എം പി, ഇവരുടെ നേതൃത്വത്തിലായിരുന്നു കോർ കമ്മിറ്റി യോഗം നടന്നത്. കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകാനുള്ള തീരുമാനങ്ങളാണ് ഇന്നലെ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, കേരളത്തിൽ നിലവിൽ 14 ജില്ലകളാണുള്ളത്. 14 ജില്ലാ കമ്മിറ്റികളാണ് ബി.ജെ.പിക്കുള്ളത്. എന്നാൽ ഇനി മുതൽ അത് 31 ജില്ലാ കമ്മിറ്റികളും 31 ജില്ലാ അധ്യക്ഷന്മാരും ഉണ്ടാകും. കേൾക്കുമ്പോൾ അതിശയം തോന്നാം. 14 ജില്ലയ്ക്ക് എങ്ങനെ 31 ജില്ലാ അധ്യക്ഷന്മാർ ഉണ്ടാകുമെന്ന് പലർക്കും സംശയം തോന്നാം, ചിരി തൂകാം. പക്ഷേ അത്തരത്തിൽ നീക്കങ്ങൾ നടത്താൻ ആണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. അതിന് 10 ലക്ഷം ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ജില്ലയും അവർ വേർതിരിക്കുക. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലയെ ഒരു ജില്ലയായിട്ട് കണക്കാക്കി അവിടെ ഒരു ജില്ലാ അധ്യക്ഷനെ നിയമിക്കും, ജില്ലാ കമ്മിറ്റിയെ നിയമിക്കും, മറ്റ് ഭാരവാഹികളെയും നിയമിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ തിരുവനന്തപുരം, ഒപ്പം തന്നെ എറണാകുളം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 ജില്ലകളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ മലപ്പുറം, തൃശ്ശൂർ പോലെ ജനസംഖ്യ കൂടുതലുള്ള ജില്ലകളിലും സമാനമായ രീതിയിൽ ഒന്നിലധികം ജില്ലാ അധ്യക്ഷന്മാർ വരാം. മലപ്പുറം കൂടുതൽ സാധ്യതയില്ലാത്ത ഒരു ജില്ലയായതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ മലപ്പുറത്ത് ഒരു ജില്ലാ അധ്യക്ഷൻ അല്ലെങ്കിൽ 2 ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലും തീരുമാനം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും 14 ജില്ലകളിലായിട്ട് 31 ജില്ലാ കമ്മിറ്റികളെ നിയമിക്കുക എന്ന വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. 26 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 41 സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെ മുന്നേറുക എന്നതാണ് ഇന്നലത്തെ യോഗത്തിൽ ഉയർന്ന ഒരു തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. ബി.ജെ.പി 35 സീറ്റ് പിടിച്ചാൽ കേരളം ഭരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ബി.ജെ.പി 35 സീറ്റ് പിടിക്കുകയാണ്, അപ്പോൾ ശേഷിക്കുന്ന വേണ്ടുന്ന അംഗസംഖ്യ താനെ വന്ന് ചേർന്നുകൊള്ളും. പ്രത്യേകിച്ചും UDF-ലൊക്കെ സ്വാഭാവികമായിട്ടും ബി.ജെ.പി അത്രയ്ക്കും സീറ്റ് പിടിക്കുമ്പോൾ ക്ഷീണമുണ്ടാവുക UDF-നും കോൺഗ്രസിനുമാണ്. അപ്പോൾ ശേഷിക്കുന്നവരൊക്കെ തന്നെ തങ്ങളോടൊപ്പം വരും. അത്തരത്തിൽ വലിയൊരു ബി.ജെ.പി ഇവിടെ ഭരണം പിടിക്കാൻ പോകുന്നു. ഒപ്പം തന്നെ പാലക്കാട് മത്സരിച്ച ഇ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ തുറന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജയിക്കാൻ പോകുന്നു, ഭരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ ഒരു സീറ്റ് പോലും, നിലവിലുണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്താൻ പോലും ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ മികച്ച രീതിയിലൊക്കെ മുന്നേറാൻ അവർക്ക് സാധിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ആ പശ്ചാത്തലത്തിലാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയാൽ പോരാ, വിജയം തന്നെ വേണം. അത് 1-2 സീറ്റുകളിൽ അക്കൗണ്ട് തുറന്നിട്ട് കാര്യമില്ല, മറിച്ച് മികച്ചൊരു ശക്തിയായിട്ട് 40 സീറ്റുകളൊക്കെ പിടിക്കുന്ന രീതിയിലേക്ക്, ഏതാണ്ട് 41 സീറ്റുകൾ ബി.ജെ.പി ഓരോ കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും എ ക്ലാസ്, ബി ക്ലാസ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ എ ക്ലാസ്, ഒപ്പം തന്നെ എയിലേക്ക് ഉയർത്താൻ കഴിയുന്ന, ബി ക്ലാസ് അത്തരത്തിൽ പെർഫോമൻസ് നടത്താൻ കഴിയുന്ന മണ്ഡലങ്ങൾ ലഭിച്ചിരിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ബി.ജെ.പി ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓരോ മണ്ഡലങ്ങളെയും. അങ്ങനെ പരമാവധി ഒരു 40 സീറ്റ് വരെയൊക്കെ നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇതിലൂടെ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ 2025 അടുത്ത വർഷം ഇതേ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമോ നവംബർ മാസമോ ഒക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെയും മികച്ച ഒരു പ്രകടനം ഉണ്ടാകണം. കോർപ്പറേഷനുകളിൽ, കേരളത്തിൽ 6 കോർപ്പറേഷനുകളുണ്ട്, അവിടെ ഭരണം പിടിക്കുക എന്നതാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിൽ ഇപ്പോൾ നിലവിലവർ മുന്നോട്ട് വയ്ക്കുന്ന 2 കോർപ്പറേഷനുകൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം അവരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് CPIM അല്ലെങ്കിൽ LDF അവിടെ ഭരണം നിലനിർത്തിയത്. കോൺഗ്രസ് ദയനീയമായിട്ട് 3-ാം സ്ഥാനത്ത് പോയി. 11 സീറ്റ് വരെ മാത്രമേ കോൺഗ്രസ് ലഭിച്ചുള്ളൂ. 30-ലധികം സീറ്റുകളുമായിട്ട് ബി.ജെ.പി അവിടെ രണ്ടാമത്തെ കക്ഷിയായിട്ട് മാറി. അത്തരത്തിൽ വലിയ ശക്തിയുള്ള ഒരു കോർപ്പറേഷനാണ് ബി.ജെ.പി സംബന്ധിച്ച് തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം
നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തവണയും BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത്. തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് BJP-യുടെ ഒരു മണ്ഡലം, ഒരു മേഖലയാണ്. മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തീരദേശ മേഖലയിലൊക്കെ ഒക്കെ പോകുമ്പോഴാണ് UDF-നൊക്കെ മേൽക്കൈ ഉള്ളത്. അവിടെ നിന്നും കിട്ടിയ വോട്ടുകളാണ് ഇത്തവണയും ശശി തരൂരിനെ അവസാന റൗണ്ടിൽ വിജയിപ്പിച്ചെടുത്തതും. അതുകൊണ്ട് അത്തരത്തിൽ കോർപ്പറേഷൻ അടങ്ങുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രദേശത്ത് BJP വളരെ ശക്തമാണ്. അവർക്ക് ആഞ്ഞു പിടിച്ചാൽ ഭരണം കയ്യിലാക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരാണ്, തൃശ്ശൂർ കോർപ്പറേഷൻ. അവിടെ നമുക്കറിയാം ഇത്തവണ തൃശ്ശൂരിൽ BJP-ക്ക് ഒരു MP ഉണ്ട്, സുരേഷ് ഗോപിയാണ് MP. അവിടെ നേടിയ മികച്ച വിജയം, ഏതാണ്ട് 75,000-ഓളം വോട്ടുകൾക്ക് നേടിയ മികച്ച വിജയം തൃശ്ശൂർ മണ്ഡലത്തിൽ. അത് BJP-ക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലും നഗര മേഖലയിൽ BJP-ക്ക് ശക്തമായ വേരോട്ടമുണ്ട്, വോട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ച മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭരണം പിടിക്കാം എന്നൊരു സാധ്യത അവർ കാണുന്നുണ്ട്. അവിടുത്തെ നിലവിലെ കോർപ്പറേഷൻ്റെ ചെയർമാൻ MK വർഗീസ്, അദ്ദേഹം അടുത്തിടയ്ക്ക് സുരേഷ് ഗോപിയുമായിട്ടൊക്കെ തന്നെ വലിയ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും CPM-ന് തന്നെ ചില സംശയമുണ്ടാക്കുന്ന രീതിയിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യമൊക്കെ തന്നെ നിലവിലുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ ചാഞ്ചാടുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ തിരുവനന്തപുരം തൃശ്ശൂരും 2 കോർപ്പറേഷനുകൾ BJP ഭരണം പിടിക്കാനായിട്ട് ലക്ഷ്യമിടുന്നത്. ഒപ്പം കൊല്ലവും അവർ പരിഗണിക്കുന്നുണ്ട്. മറ്റ് കണ്ണൂര്, ഒപ്പം തന്നെ കോഴിക്കോട്, എറണാകുളം കോർപ്പറേഷനുകളൊന്നും വലിയ ഒരു സാധ്യത അവർ കാണുന്നില്ല. എങ്കിലും എറണാകുളത്ത് ചില പ്രദേശങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് കൗൺസിലർമാരുണ്ട്. അവിടെയും മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നുണ്ട്. അതിലും അപ്പുറത്തേക്ക് നഗരസഭകളിൽ കൂടുതൽ ഭരണം നേടുക. ഇപ്പോൾ 2 നഗരസഭകളാണ്, അതൊന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളവുമാണ്. ആ 2 നഗരസഭകളിൽ BJP ഭരിക്കുന്നുണ്ടെങ്കിലും അവിടെ പാർട്ടി ഏതാണ്ട് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. വലിയ പ്രതിസന്ധിയാണ് പാർട്ടി അവിടെ പിടികൂടിയിരിക്കുന്നത്. പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി അവിടെ BJP വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പല കൗൺസിലർമാരും പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. പന്തളം നഗരസഭയിൽ അടുത്തിടെയാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ രാജിവെച്ചത്. പാർട്ടിയിൽ നിന്ന് തന്നെ അവിടെയും ഏതാണ്ട് 2-3 പാർട്ടി കൗൺസിലർമാർ ചെയർമാനിന് എതിരായിട്ട് അവിടെ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് അവർക്ക് അവിടെ രാജിവെച്ച് പോകേണ്ടി വന്നത്. അങ്ങനെ ഈ ഭരണത്തിലുള്ള 2 ഇടത്തും അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. അടുത്ത തവണ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന സംശയം അവിടെയുണ്ട്. ഒപ്പം തന്നെ ഇത് രണ്ടും കൂടാതെ മറ്റു കൂടുതൽ നഗരസഭകൾ, മുനിസിപ്പാലിറ്റികളിൽ ഭരണം നേടുക, കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നേടുക, അതൊക്കെയാണ് BJP ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നിരവധി തദ്ദേശ ഭരണ സ്ഥാപന ജനപ്രതിനിധികളുണ്ട്. അതുപോലെ അതിനപ്പുറത്തേക്ക് ഭരണത്തിലേക്ക് എത്തണം, തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ഭരണത്തിലേക്ക് എത്തണം എന്ന തരത്തിലുള്ള പ്രവർത്തനം അത് താഴെത്തട്ട് മുതൽ നടത്തുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മിഷൻ 225 to 26 എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം, അതാണ് ഇന്നലത്തെ കോർ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ചയായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ പറയുന്ന കേരളത്തിന് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ, അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ ഗ്രൂപ്പിസം അനുവദിക്കില്ല, വിഭാഗീയത പാർട്ടിയിൽ ഒരു തരത്തിലും അനുവദിക്കാൻ പോകില്ല, സമന്വയത്തോടു കൂടി എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ വലിയൊരു സാധ്യത ഉണ്ടായിട്ടും പലപ്പോഴും വിജയിക്കാൻ കഴിയുന്നില്ല. പല മണ്ഡലങ്ങളിലും പാർട്ടിക്കാർ തന്നെ കാലുവാരി സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മേധാവിത്വമുള്ള മുനിസിപ്പാലിറ്റിയിൽ പോലും ഏതാണ്ട് 5000 വോട്ടുകൾക്ക് പുറകിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഒരിക്കലും അനുവദിക്കില്ല, നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ സുരേന്ദ്രന്റെ മാറ്റവുമായി സംബന്ധിച്ച്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നേതൃമാറ്റം എന്നൊരു ചർച്ച വന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിക്കുകയും അവിടെ നിന്ന് നിലവിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രനെയും മറ്റ് കൗൺസിലർമാരെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, പഴി ചുമത്തിക്കൊണ്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയും ഒക്കെ അത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതാണ്.
എന്നാൽ നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തീരുമാനം, സുരേന്ദ്രൻ തൽക്കാലം രാജിവെച്ചൊഴിയേണ്ട, അദ്ദേഹം തന്നെ തുടരട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിന് അവസരം കൊടുക്കാമെന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കൂടാതെ ഈ കോർ കമ്മിറ്റി യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യവും പ്രസക്തമാണ്. സുരേന്ദ്രൻ ഇപ്പോൾ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല, അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പോലും പറയുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായി. അതേസമയം ഈ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ചയായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും BJP രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിന് കേരളത്തിൽ ഒരുങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെ സംബന്ധിച്ച് ഈ RSSന്റെ ഒരു പിൻബലം ഉള്ളതുകൊണ്ട് താഴെ തട്ടു മുതൽ ഒരു കേഡർ സ്വഭാവത്തിൽ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അവിടെ സാധാരണ ജനങ്ങളുടെയൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഉയർന്നു വരിക. ഒപ്പം തന്നെ ജനങ്ങളുമായി സമ്പർക്കമുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തികളെ നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന രീതിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണുക. അത്തരത്തിൽ ഇങ്ങനെ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ആൾക്കാരെയൊക്കെ നിർത്തി അവിടെ വിജയിപ്പിച്ചെടുത്ത് കൂടുതൽ അംഗബലം പാർട്ടിക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊക്കെ BJPക്കുണ്ട്. അതിന് RSSന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സഹായകമാകും. അത് മറ്റു രണ്ട് പാർട്ടികൾക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഇപ്പോൾ BJPയുടെ അടുപ്പം കാണിക്കുന്നു. നിലവിൽ അവരോട് ഈഴവ സമൂഹം BDJS രൂപപ്പെട്ട ശേഷം ഈഴവ വിഭാഗത്തിൽ നിന്നും വലിയൊരു പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിലും വിലയിരുത്തിയത്. അപ്പോൾ തങ്ങളെ അകറ്റി നിർത്തിയിരുന്ന പല മേഖലകളിൽ നിന്നും തങ്ങൾക്ക് ഇപ്പോൾ പിന്തുണ കിട്ടുന്നുണ്ട്. തങ്ങളെ തേടി ഇങ്ങോട്ട് സമൂഹം ഒക്കെ തന്നെ വരുന്നുണ്ട്. മുസ്ലിം ജനവിഭാഗം, ഒപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു വിഭാഗമൊക്കെ തന്നെ വരുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും നല്ല പിന്തുണ കിട്ടുന്നു. ഇതേപോലെ മറ്റ് ഹിന്ദു വിഭാഗത്തിലെ പല സമുദായങ്ങളും ഈ പറയുന്ന ഈഴവ സമുദായം ഒക്കെ തന്നെ BJPയുടെ അടുപ്പം പുലർത്തുന്ന ഒരു കാഴ്ച, അവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു രീതിക്ക് മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ തങ്ങൾക്ക് ഗുണകരമാണ്. അത് മുതലെടുത്തുകൊണ്ട്, തങ്ങൾക്ക് ഗുണകരമായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തണം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായവും ചർച്ചയും ഒക്കെ തന്നെയാണ് ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായത്. അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർക്ക് ഒരു നേട്ടം, ഈ പറയുന്ന കോർപ്പറേഷൻ ഭരണം പിടിച്ചില്ലെങ്കിൽ പോലും താഴെത്തട്ടിൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ മികച്ച ഒരു മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ അവർക്ക് ഗുണകരമാകുമെന്ന് കാത്തിരിക്കണം. അതിനകത്ത് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണ്. ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരെ പാർട്ടി തന്നെ കാലുവാരി തോൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരാൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്കായിരിക്കുമല്ലോ ക്രെഡിറ്റ് ഉണ്ടാവുക. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ തന്നെ പല നേതാക്കൾക്കിടയിലും ഉണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അയാളെ തോൽപ്പിക്കുക, തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെ ഒക്കെ തന്നെ വോട്ട് മറിച്ചുമൊക്കെ തന്നെ അവരെ തോൽപ്പിക്കുക എന്നതാണ് BJPക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മളത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുമുണ്ട്. എന്തായാലും വളരെ നിർണായകമായ തീരുമാനമാണ്, ചടുലമായ ചില നീക്കങ്ങളാണ് BJP നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന LDFനും UDFനും ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ രണ്ട് മുന്നണികളും BJPയുടെ ഈ മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറാനുള്ള അവരുടെ നീക്കങ്ങളെ ഗൗരവത്തോടെ കൂടി കണ്ട് അതിനെതിരായ അവരെ പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന BJPക്ക് വളർച്ചയില്ല, അല്ലെങ്കിൽ താമര വിരിയില്ല എന്നൊക്കെ പറയുന്ന കേരളത്തിൽ അവർക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് LDFും UDFും മനസ്സിലാക്കേണ്ടതുണ്ട്.